വേറിട്ട ചിന്തകളുടെ 129 ഈ എപ്പിസോഡിലേക്ക്, അതായത് സഭ എടുക്കപ്പെടുന്നത് എപ്പോൾ എന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ പഠന ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പ്രിയ ശ്രോതാക്കളെ ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാ മാന്യ ശ്രോതാക്കളുടെ പ്രോത്സാഹനങ്ങൾക്കും പ്രാർത്ഥനകൾക്കുമായി വളരെ നന്ദി. ഈ വീഡിയോ കാണുന്നവർ ഇതിൻ്റെ തൊട്ടു മുമ്പിലത്തെ, അതായത് ഈ വിഷയത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം കണ്ടിട്ടില്ലാത്തവർ വേറിട്ട ചിന്തകളുടെ 128 എപ്പിസോഡ് ഒന്ന് കാണുവാൻ ഞാൻ ശുപാർശ ചെയ്തുകൊണ്ട് ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഞാൻ ഒന്നാമത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വിഷയ സംബന്ധമായ ആർക്കും സംശയങ്ങൾ ചോദിക്കുവാനോ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമുണ്ടെന്ന്. എന്നാൽ കാതലായ ചോദ്യങ്ങളോ സംശയങ്ങളോ അതിൽ പ്രകടമാകാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കൈകടത്തുന്നില്ല. കാരണം ഈ ദയവ് ചെയ്ത് ബൈബിൾ വായിക്കുന്നവർ ഇതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുക. പിന്നെ പൊട്ടത്തരമാണ് മണ്ടത്തരം എന്നൊക്കെ പറയുന്നവരുടെ മനഃശാസ്ത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ ദുരുപദേശത്തെ പൊളിയുന്ന ഏതോ ഒരു വീഡിയോ വേറിട്ട ചിന്തകളിൽ പ്രകടമായിട്ടുണ്ട്. അതിൻ്റെ ഒരു വികാരമാണ് പ്രകടമായതെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഞാനിത് പറഞ്ഞല്ലോ, ഒന്നിലധികം എപ്പിസോഡുകൾ ഇതിനകത്ത് വരുമെന്ന് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ആകാംക്ഷയായിരിക്കാം കടന്ന് ചോദ്യങ്ങൾ ചോദിച്ചത്. അപ്പോൾ അങ്ങനെയുള്ളവർ ഇതിൻ്റെ വിഷയത്തിൻ്റെ പൂർണ്ണതയിലെത്തിയതിന് ശേഷം ചോദ്യങ്ങൾ ചോദിക്കുന്നത് നന്നായിരിക്കും. കാരണം ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ പരമാവധി തെളിവുകളും ചോദ്യങ്ങളും അതിൻ്റെ മറുപടികളൊക്കെയും ഞാൻ തന്നെ ഇതിനകത്ത് അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഒരാൾ ചോദിക്കുക, കർത്താവ് വരുന്നത് മഹോദരത്തിന് മുൻപാണോ, ഒരു സംശയമാണെന്ന്. അതൊക്കെ എന്തൊരു സംശയമാണ്, ഞാൻ വളരെ വ്യക്തമായതിൽ പറയുന്നുണ്ട്. അപ്പോൾ കഴിവതും ഈ വീഡിയോ ശ്രദ്ധിക്കുന്നവർ തീരുന്നത് വരെ മൗനമായിരുന്നത് കേൾക്കുക. മറ്റുള്ളവരുമായിട്ട് സംസാരിച്ചുകൊണ്ടും അഭിപ്രായങ്ങൾ പ്രകടമാക്കിക്കൊണ്ടും നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് പൂർണ്ണമായി ഇത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പ്രാരംഭത്തിൽ ഞാൻ പറയട്ടെ, മഹോദ്രവത്തിന് മുൻപ് സഭ എടുക്കപ്പെടുമെന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്ത ഒരാളായിരുന്നു ഞാൻ. അത് പാരമ്പര്യമായി പഠിച്ചൊരു വിശ്വാസം. എന്നാൽ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ ചില ചോദ്യങ്ങൾ ഞാൻ അതിന് പിന്നിൽ കണ്ടെത്തി. ആ ചോദ്യത്തിന് വിശുദ്ധ ബൈബിളിൽ മറുപടി കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ എൻ്റെ പഠനം, അന്വേഷണം മറ്റൊരു വിഷയത്തിലേക്കായി. അപ്പോഴാണ് ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മഹോദ്രവത്തിന് ശേഷമാണ് സഭ എടുക്കപ്പെടുന്നത് എന്നുള്ള പഠനം എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, എൻ്റെ മുമ്പിലത്തെ വീഡിയോ, അതായത് ഈ വിഷയത്തെക്കുറിച്ചുള്ള ഒന്നാമത്തെ ഭാഗം കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കേട്ടിട്ട് ഇത് കേട്ടെങ്കിലേ പ്രയോജനമുള്ളൂ. ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. ഒരിക്കൽ കർത്താവും തൻ്റെ ശിഷ്യന്മാർ ഇരിക്കുന്ന സമയത്ത് യെരുശലേം ദേവാലയത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞ ഒരു കാര്യത്തിന് യേശു ഒരു മറുപടി പറഞ്ഞു. അതായത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇത് നശിച്ചു പോകുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. ശിഷ്യന്മാരും യേശുവും തനിയായിരിക്കുന്ന സമയത്ത് ശിഷ്യന്മാർ ചോദ്യം ചോദിക്കുകയാണ്. അവിടെ ആ ചോദ്യത്തിൽ രണ്ട് കാര്യമാണ് ഇവർ വളരെ ഗൗരവമായി എടുത്തു ചോദിക്കുന്നത്. ഞാനത് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ 24 അധ്യായം അതിൻ്റെ 3 വാക്യമാണ് ഞാൻ വായിക്കുന്നത്. അവൻ ഒലിവ് മലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവൻ്റെ അടുക്കൽ വന്നു. അത് എപ്പോൾ സംഭവിക്കും? അതായത് ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അത് എപ്പോൾ സംഭവിക്കുമെന്നും എന്നിട്ട് ചോദിക്കുന്നതാണ്, അത് എപ്പോൾ സംഭവിക്കും എന്നും നിന്റെ വരവിനും ലോക അവസാനത്തിനും അടയാളം എന്ത് എന്ന് പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. ഇവിടെ രണ്ട് കാര്യം എടുത്തു ചോദിക്കുകയാണ്. നിന്റെ വരവിനും പിന്നെ ലോക അവസാനത്തിനും. അപ്പോൾ ഇത് രണ്ടും ഒന്നായിട്ടല്ല പറയുന്നത്, രണ്ടും രണ്ടായിട്ടാണ് പറയുന്നത്. ശ്രദ്ധിക്കുക, നിന്റെ വരവിനും ലോക അവസാനത്തിനും. അപ്പോൾ ഇത് രണ്ടായി ചോദിക്കുമ്പോൾ വളരെ വ്യക്തമായി വിശുദ്ധ ബൈബിൾ ഇത് രണ്ടും രണ്ട് സന്ദർഭങ്ങളാണെന്ന് നമ്മളെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ചോദിച്ചത് നിന്റെ വരവിനും ലോക അവസാനത്തിനും അടയാളം എന്ത്? അങ്ങനെയെങ്കിൽ നമുക്ക് ആദ്യം നിന്റെ വരവിൻ്റെ അടയാളം എന്ത് എന്ന് നമുക്കൊന്ന് പഠിക്കാം. അതിനെ ഗ്രഹിപ്പാനായി തെസ്സലോനിക്കർക്ക് എഴുതിയ 2 ലേഖനത്തിൻ്റെ 2 അധ്യായം അതിൻ്റെ 1 മുതൽ താഴോട്ടുള്ള ചില വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കിലേക്കുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ചു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്താലുള്ള
ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും അരുത്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയുന്നത് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ, അതായത് വല്ല വചനത്താലോ. അതെങ്ങനെയുള്ള വചനം എന്ന് താഴെ പറയുന്നുണ്ട്. ഞങ്ങൾ എഴുതി, അതായത് അപ്പോസ്തലന്മാർ എഴുതി എന്നുള്ള ഭാവത്താൽ വരുന്ന ലേഖനങ്ങൾ എന്ന് പറഞ്ഞാൽ വ്യാജമായ ലേഖനങ്ങൾ, ഇവയിലൊന്നും നിങ്ങൾ ഇളകുകയോ ഞെട്ടിപ്പോകുകയോ അരുത്. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ വായിക്കുമ്പോഴും ഞാൻ വായിച്ചതിൻ്റെ താഴോട്ടുള്ള ഭാഗം വായിക്കുമ്പോഴും നിങ്ങളെ ആരും തെറ്റിക്കരുത്. ഈ രണ്ട് കാര്യവും ശ്രദ്ധിക്കുക. ഒന്ന്, യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുമ്പോൾ വ്യാജ ഉപദേശം, കള്ളപ്രവചനം, തെറ്റായ പഠിപ്പിക്കൽ, ഇവയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് ആദ്യം കൊടുത്തിട്ടാണ് യേശു പിന്നെ കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. അപ്പോസ്തലനായ പൗലോസും ഇവിടെ ചെയ്യുന്നത് വിശ്വാസികളെ ആദ്യം ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. വ്യാജമായ പഠിപ്പിക്കൽ, വ്യാജമായ വ്യാഖ്യാനങ്ങൾ, ഇതെല്ലാം വരും. അതൊന്നും കേട്ട് നിങ്ങൾ ഇളകരുത്, നിങ്ങൾ ഞെട്ടരുത്. സത്യമായ വചനം നിങ്ങൾ ഗ്രഹിക്കണം. ഞാൻ ഈ വേറിട്ട ചിന്തകൾ എന്നുള്ള പരിപാടി നടത്തുന്നതുകൊണ്ട് പല ദൈവദാസന്മാരും എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ പരിപാടി ഒന്നും നിർത്താൻ പാടില്ലേ, ഇതുകൊണ്ട് എന്താണ് ഗുണം? പലരും എന്നെ നേരിട്ട് എന്നോട് ചോദിച്ചു. സത്യത്തിൽ എനിക്ക് ചിലപ്പോഴേക്കും സങ്കടം വന്നിട്ടുണ്ട്. കാരണം ദൈവദാസന്മാരുടെയും കാഴ്ചപ്പാട് ഇങ്ങനെയായി പോയല്ലോ എന്ന് ഓർത്തിട്ട്. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ദുരുപദേശം പഠിപ്പിക്കുന്നവരെ, അവരുടെ വാക്താക്കളെ, അത് പ്രസംഗിക്കുന്നവരെ ഒന്നും ഇതിലേക്ക് കൊണ്ടുവരാനല്ല. ഇതിനകത്ത് സത്യാന്വേഷകരായ നിഷ്കളങ്കമായ മനോഭാവത്തോടെ വചനം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പലരുണ്ട്. അവർക്കൊരു മാർഗനിർദ്ദേശം കാണിച്ചു കൊടുക്കുകയും തെറ്റായ ഉപദേശത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് ശരിയായ ഉപദേശം പഠിപ്പിക്കുമ്പോൾ അവർക്ക് ഓർമ്മയിലിരിക്കും. അത് ആരെയും താഴ്ത്തിക്കെട്ടാനോ ആരെയും പരിഹസിക്കാനോ ആരെയും കളിയാക്കാനല്ല. നമ്മളെല്ലാം സ്കൂളിൽ പഠിച്ചിട്ടുള്ളവരാണല്ലോ. നമ്മൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തരുമ്പോൾ ഒരു ചോദ്യം ചോദിച്ചിട്ട് ബ്രാക്കറ്റിൽ 3 ഉത്തരങ്ങളിടും. അതിൽ 2 തെറ്റായിരിക്കും, ഒരെണ്ണം ശരിയുള്ളൂ. ഈ 2 തെറ്റിടുന്നത് ആരെയും പരിഹസിക്കാനും കളിയാക്കാനൊന്നുമല്ല. 2 തെറ്റുകളുടെ ഇടയിൽ നിന്ന് ഒരു ശരി കണ്ടെത്തി അവൻ പഠിച്ച വ്യക്തിയാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഇത് തന്നെയാണ് ഞാനും ചെയ്യുന്നത്. പല കപടോപദേശങ്ങൾ വരുമ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം എന്ന് പറഞ്ഞാൽ യേശു എന്ന നാമമാണെന്നും യഹോവ തന്നെയാണ് പുത്രനായി വന്നതെന്നും, പിന്നെ അടുത്തത് കർത്താവിൻ്റെ മണവാട്ടി എന്ന് പറയുന്ന ഇസ്രായേൽ ജനമാണെന്നും, പുതിയ നിയമസഭ കർത്താവിൻ്റെ ശരീരം മാത്രമാണെന്നും, ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന ചില കപട ഉപദേശങ്ങളെ എടുത്ത് കേൾപ്പിച്ചിട്ട് സത്യവചനം എന്താണ് പറയുന്നതെന്നാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞു വരുന്നത്. കമൻറ്റിൽ നിങ്ങൾക്ക് ഒറ്റ വാക്കിൽ അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാമെന്നല്ല. ഇതുവരെ ഒരു വചനം കാണിച്ചിട്ട് സഹോദര താങ്കൾ പറഞ്ഞിരിക്കുന്നത് ഇന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് തെറ്റാണെന്ന് പറയാൻ ആർക്കും കഴിയാതെ പോയി എന്നുള്ളതാണ് ഈ പഠന ക്ലാസ്സിൻ്റെ വിജയം. ഈ വിഷയത്തിൻ്റെ 1-ാം ഭാഗം ഇട്ടുകൊടുത്ത് തന്നെ പൊട്ടത്തരം വെട്ടിത്തരം എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ അവർക്ക് ഒരു വാക്യമെടുത്ത് ചൂണ്ടിക്കാണിച്ചിട്ട് ഇന്ന ലേഖനത്തിൻ്റെ ഇത്രാം അധ്യായത്തിൻ്റെ ഇത്രാമത്തെ വാക്യത്തിൽ ഇന്നതുപോലെ പറയുന്നു സഹോദര, അതുകൊണ്ട് താങ്കൾ പറയുന്നത് തെറ്റാണെന്ന് സമർത്ഥിക്കാൻ അവർക്ക് കഴിയാതെ പോയി എന്നുള്ളതാണ് ഈ പഠന ക്ലാസ്സിൻ്റെ ഒരു വിജയം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. ഇവിടെ അപ്പോസ്തലനായ പൗലോസും നമ്മുടെ കർത്താവായ യേശുവും അന്ത്യകാലത്തെക്കുറിച്ച് പറയുമ്പോൾ അവർ ഗൗരവമായി മുന്നറിയിപ്പ് കൊടുക്കുന്നത് വ്യാജ ഉപദേശം, തെറ്റായ ഉപദേശം, വ്യാജമായ പ്രവചനം, ഇവയെയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നമുക്ക് മുന്നറിയിപ്പ് തരുന്നത്. അതുകൊണ്ട് തന്നെ വ്യാജ ഉപദേശങ്ങളെ തുറന്നു കാണിച്ച് സത്യ ഉപദേശം എന്താണെന്ന് പഠിപ്പിക്കുന്ന ഒരു ചാനലാണ് വേറിട്ട ചിന്തകൾ. മടങ്ങി വരട്ടെ. ഇവിടെ ചോദിച്ചു, നിന്റെ വരവിനും ലോക അവസാനത്തിനും അടയാളം എന്തെന്ന് ചോദിച്ച ചോദ്യത്തിന് മറുപടി നമ്മൾ കണ്ടെത്താൻ പോകുന്നത് മത്തായി സുവിശേഷത്തിൽ നമ്മൾ മടങ്ങി വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ അനുബന്ധമായി വായിക്കുന്ന വാക്യം തെസലോനിക്കർക്ക് 2-ാമത് എഴുതിയ ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യമാണ് വായിച്ചു നിർത്തിയത്. അത് താഴോട്ടും കൂടി നമ്മളത് വായിക്കുന്നു. അതിൻ്റെ 3-ാമത്തെ വാക്യമാണ്, ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച്
ദൈവമെന്നോ പൂജാ വിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കിലേക്കുള്ള നമ്മുടെ സമാഗമനവും എന്ന് പറയുമ്പോൾ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ച വചനം 1 തെസ്സലോനിക്കർ 4:16 പറയുന്നത്, ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ നാം മേഘങ്ങളിൽ എടുക്കപ്പെടും. 1 തെസ്സലോനിക്കർ 4:16 പറയുന്ന അതേ കാര്യം തന്നെയാണ് 2 തെസ്സലോനിക്കർ 1:4 പറയുന്നത്. അതായത് കർത്താവിൻ്റെ അടുക്കലേക്കുള്ള പ്രവേശനം. കർത്താവ് ആകാശങ്ങളിൽ വരുമ്പോൾ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുന്നു. അതാണ് തെസ്സലോനിക്കർ 4:16 പറയുമ്പോൾ. 2 തെസ്സലോനിക്കർ 2:1 മുതൽ 4 വരെ പറയുമ്പോൾ അവൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കലേക്കുള്ള നമ്മുടെ സമാഗമനവും. ഇത് രണ്ടും പറയുന്നത് യേശു പ്രത്യക്ഷപ്പെടുന്ന സ്ഥലത്തേക്ക് നമ്മൾ ചെല്ലുകയാണ് ചെയ്യുന്നത്. വ്യക്തമായി കാണുമെന്ന് കരുതുന്നു. അതായത് 2 തെസ്സലോനിക്കർ 2:1 മുതൽ 4 വാക്യങ്ങൾ പറയുമ്പോൾ അവൻ്റെ അടുക്കലേക്കുള്ള സമാഗമനം. 1 തെസ്സലോനിക്കർ 4:16 വരുമ്പോൾ ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ നാം മേഘങ്ങളിൽ എടുക്കപ്പെടും. വ്യക്തമായല്ലോ, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ അവിടെ പറയുന്നത് അതിന് മുൻപേ നടക്കുന്ന ഒരു കാര്യത്തെ പറയുന്നു. ആദ്യമേ എന്ന് പറഞ്ഞിട്ട് വിശ്വാസത്യാഗവും പിന്നെ നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. എപ്പോൾ? അവൻ്റെ വരവിന് മുൻപ്. സംശയമുണ്ടോ? ഇംഗ്ലീഷ് ബൈബിളിൽ അത് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഫോർ ദാറ്റ് ഡേ ഷാൽ നോട്ട് കം എക്സെപ്റ്റ് there come a falling away first, and that man of sin be revealed, the son of perdition. വളരെ വ്യക്തമായി പറയുന്നത്, നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ ആദ്യം അവൻ വെളിപ്പെടാതെ ആ ദിവസം വരികയില്ല എന്ന് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി പറയുമ്പോൾ, ഈ വാക്യം വായിക്കാത്തവർ വെറുതെ ഈ സഹോദരനോട് ഞാൻ എഴുതി എന്നുള്ള ഭാവത്താൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അസംബന്ധമായൊരു കാര്യമാണ്. എത്രയോ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ആദ്യമേ വിശ്വാസത്യാഗം. ഫോർ ദാറ്റ് ഡേ ഷാൾ നോട്ട് കം എക്സെപ്റ്റ് there come a falling away. എത്ര വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. വിശ്വാസത്യാഗം സംഭവിക്കാതെ ആ ദിവസം വരത്തില്ല. അധർമ്മമൂർത്തിയും നാശയോഗ്യനുമായവൻ വെളിപ്പെടാതെ ആ ദിവസം വരത്തില്ല. എത്ര വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. സത്യം ഗ്രഹിപ്പാനും അംഗീകരിക്കാൻ മനസ്സുള്ളവരാണ് പഠിതാക്കൾ എങ്കിൽ ഇനി കൂടുതൽ വിശദീകരണത്തിനൊന്നും പോകണ്ട. പിന്നെ അതിന് താങ്ങുന്ന ചില തെളിവുകൾ മുന്നോട്ട് വെച്ചാൽ മാത്രം മതി. എങ്കിലും പഠിക്കുന്നവർ വ്യക്തമായി പഠിക്കേണ്ടതില്ല. കാരണം എൻ്റെ നിഗമനം ശരിയാണെങ്കിൽ 98 അല്ല 99% പെന്തക്കോസ്ത് ബ്രദറൻ വിശ്വാസികളും പാസ്റ്റർമാരും പഠിപ്പിക്കുന്നവരും പഠിക്കുന്നവരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് മഹോദ്രവ കാലത്തിന് മുൻപ് സഭ എടുക്കപ്പെടും എന്നാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ തെളിവുകൾ എൻ്റെ പഠിതാക്കൾക്ക് വേണ്ടി ഞാൻ മുന്നോട്ട് വയ്ക്കാൻ തയ്യാറാകുന്നു. ആദ്യമേ വിശ്വാസത്യാഗം, പിന്നെ നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടണം, എന്നിട്ടേ ഇത് സംഭവിക്കുകയുള്ളൂ എന്ന്. അതല്ലാതെ ആ ദിവസം വരികയില്ലെന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ വളരെ വ്യക്തമായി പറയുന്നത്. അപ്പോൾ നിന്റെ വരവിനും ലോക അവസാനത്തിനും ഇതിന് രണ്ടിൻ്റെ ഇടയിലും നടക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നമുക്ക് വ്യക്തമായി പഠിക്കാം. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരുന്നു. ഞാനതിൻ്റെ 22 മുതലുള്ള ചില വാക്യങ്ങൾ താഴോട്ട് വായിക്കുകയാണ്. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ഉയർക്കപ്പെടും, ഓരോരുത്തരും താൻ്റെ നിരയിൽ അത്രേ. ആദ്യ ഫലം ക്രിസ്തു, അതായത് പുനരുത്ഥാനത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ആദ്യ ഫലം ക്രിസ്തു. എന്നിട്ട് പറയുന്നു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ. അപ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ആദ്യ ഫലം ക്രിസ്തു എന്ന് പറഞ്ഞാൽ മരിച്ചവരുടെ ഇടയിൽ നിന്നും ആദ്യം ഉയർത്തെഴുന്നേറ്റവൻ, ജനിച്ചവൻ,
അത് കൊലോസ്യർക്കെന്ന ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ മലയാളം ബൈബിളിൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനും എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ബൈബിളിൽ ദ ഫസ്റ്റ് ബോൺ ഫ്രം ദ ഡെഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യം ജനിച്ചവൻ. അങ്ങനെയാണ് പുനരുത്ഥാനത്തിൻ്റെ ലിസ്റ്റിൽ വന്നപ്പോൾ ആദ്യ ഫലം ക്രിസ്തു. ആ ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞു. ഇനി 2 പുനരുത്ഥാനമേ വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നുള്ളൂ. 5 പുനരുത്ഥാനമുണ്ട്, 7 പുനരുത്ഥാനമുണ്ടെന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് വെച്ച വാക്യങ്ങൾ ഇതുവരെയും അങ്ങനൊരു ആശയം എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആകപ്പാട് വെളിപ്പാട് പുസ്തകത്തിൽ 2 സാക്ഷികളെക്കുറിച്ച് പറയുന്നു. അവർ മരിച്ചു വീഴുന്നു, അതിനുശേഷം അവർ 3 ദിവസം കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽക്കുന്നു. ഇവിടെ പുനരുത്ഥാനമെന്ന് ഉദ്ദേശിക്കുന്നതിൻ്റെ മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റു എന്നുള്ള അർത്ഥം മാത്രമല്ല ഉള്ളത്. അവർ ഏത് ശരീരത്തോടു കൂടിയാണോ മരിച്ച് അടക്കപ്പെട്ടത്, ആ ശരീരമല്ലാതെ മറ്റൊരു ശരീരത്തോടു കൂടി എഴുന്നേൽക്കുമ്പോഴേ ഈ പറയപ്പെടുന്ന നിരയിൽ എത്തത്തുള്ളൂ. അതിനൊക്കെ ധാരാളം തെളിവുകളുണ്ട്. ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. യേശുവിനെ കുറിച്ച് പറയുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ, അതായത് വചനം ജഡമായി തീർന്ന ആ ശരീരത്തെ നിങ്ങൾ കൊന്നു, അതിനെ കർത്താവും ക്രിസ്തുവുമായിട്ട് ദൈവം ഉയർത്തി. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൻ്റെ ഇങ്ങനെ പറയുന്നുണ്ട്, പിതാക്കന്മാരോടുള്ള വാഗ്ദത്തം ദൈവം തൻ്റെ മക്കൾക്ക് നിവർത്തിച്ചു കൊടുത്തത് യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിയിട്ടാണ് കൊടുത്തത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഗഹനമേറിയ പഠനം ഞാൻ വേറിട്ട ചിന്തയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് ഞാനിപ്പോൾ അതിനെ ആവർത്തിച്ച് പറയുന്നില്ല. ഒറ്റ വാക്കിൽ പറയാം, തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടു കൂടി ഉയർത്തെഴുന്നേറ്റവരിൽ ആദ്യ ഫലമെന്ന നിലയിൽ ഉയർത്തെഴുന്നേറ്റത് ക്രിസ്തുവാണ്. ഇനി ക്രിസ്തുവിനുള്ളവർ ഏത്? മൊത്തം 3 പുനരുത്ഥാനം, അതിലൊന്ന് യേശുവിൻ്റെയാണ്. വളരെ ശ്രദ്ധിക്കുക, 3 പുനരുത്ഥാനമുള്ളതിൽ 1 ക്രിസ്തുവിൻ്റെ ആയിരുന്നു, അത് കഴിഞ്ഞു. ക്രിസ്തുവിന് ശേഷം, അതായത് സഭ രൂപീകരിക്കപ്പെട്ടതിനു ശേഷം, ഇപ്പം 2 സഭകളുണ്ട്. അത് പഴയ നിയമസഭയാണ്, മണവാട്ടി സഭ എന്നൊക്കെ പറഞ്ഞു വരുന്നവരുണ്ട്. യെശയ്യാ പ്രവചനം 54-ാം അധ്യായത്തിൽ യഹോവ പറയുന്നുണ്ടല്ലോ, നിൻ്റെ സൃഷ്ടാവാകുന്ന നിൻ്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നുണ്ട് നാമം എന്നൊക്കെ പറഞ്ഞുള്ള വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു വരുന്നത്. അവിടെ ഭർത്താവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹോശയ പ്രവചനത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ ഭാര്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കൊരിന്ത്യർക്കത് ലേഖനത്തിൽ വരുമ്പോൾ അത് മണവാട്ടിയാണ്. മണവാട്ടിയും ഭാര്യയും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് പഠിച്ചിരുന്നെങ്കിൽ അത്തരത്തിലുള്ള ആശയമൊന്നും മുന്നോട്ട് വയ്ക്കത്തില്ല. തന്നെയല്ല, അതിനകത്ത് ഏറ്റവും ഖേദകരമായ ഒരു വിഷയം വരുന്നത്, യഹോവ എന്നുള്ള പേരിൽ ഇസ്രായേലിനെ വിവാഹം കഴിച്ച് ഇപ്പോൾ ക്രിസ്തു എന്നുള്ള പേര് മാറിക്കൊണ്ട് പുതിയ നിയമസഭയെ മണവാട്ടിയായിട്ടും നിശ്ചയിച്ചിരിക്കുന്നു. ഇങ്ങനെയൊക്കെ പഠനം പോകേണ്ടി വരും. അപ്പം നേരാം വണ്ണം വചനം പഠിച്ചില്ല എങ്കിൽ ഇത്തരത്തിലുള്ളതായ ചില കോമഡി ആശയങ്ങളൊക്കെ അതിൻ്റെ പിന്നിൽ കയറി വന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടൊന്നും പോകണ്ട, നമുക്ക് സത്യമായി വചനം പഠിക്കാം. യെശയ്യാ പ്രവചനത്തിൽ പറയുമ്പോൾ ഇസ്രായേലിനെ നോക്കി പറയുന്നത് നിൻ്റെ സൃഷ്ടാവാകുന്ന നിൻ്റെ ഭർത്താവ്. ഹോശയ പ്രവാചകനോട് ദൈവം ഒരു സന്ദേശം പറയുന്നത്, ഞാൻ ഇതിനകത്തൊന്നും വിശദീകരിക്കുന്നൊന്നുമില്ല, അത് ഇത്രേ ഉള്ളൂ. ഭർത്താവിനെ വിട്ടുപോയ ഭാര്യ എന്നുള്ള നിലയിൽ തന്നെയാണ് പറയുന്നത്. അതേസമയത്ത് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന ഒരു മണവാട്ടി പോയാൽ ഭർത്താവിനെ ഇട്ടേച്ച് പോയതെന്നൊന്നും ആരും പറയത്തില്ല, എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതുണ്ടെങ്കിൽ. പക്ഷെ കെട്ടുകഴിഞ്ഞ് ഭാര്യ ഭർത്താവ് ബന്ധത്തിലേക്ക് വന്നതിന് ശേഷമാണെങ്കിൽ ഭർത്താവിനെ ഇട്ടിട്ട് പോയെന്ന് പറയാം. എന്നാൽ യഹോവയും ഇസ്രായേലുള്ള ബന്ധത്തിൽ ഭർത്താവിനെ ഇട്ടിട്ട് പോയെന്ന് തന്നെ പറയുന്നത്. ആ പരസംഗം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ശരിക്കും പഠിച്ചാൽ മതി, അപ്പോൾ ആശയം എന്തെന്ന് മനസ്സിലാകും. അപ്പോൾ ഞാനിവിടെ മടങ്ങി വരുന്നു. അപ്പോൾ ആദ്യ ഫലം ക്രിസ്തു. ഇനി ക്രിസ്തുവിനുള്ളവർ എപ്പോൾ? അവൻ്റെ വരവിങ്കൽ. അതാണ് പറഞ്ഞത്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ആര്? ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. പിന്നെ ക്രിസ്തുവിനുള്ളവർ, 1 കൊരിന്ത്യർ 15:23 ഞാൻ വീണ്ടും മടങ്ങി വരികയാണ്. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ. അതെപ്പോഴാണ്? അവൻ്റെ വരവിങ്കൽ. അത് പറഞ്ഞിട്ട് പറയാണ്, പിന്നെ അവസാനം, അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും
ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. ഇവിടെ മഹോദരത്തിന് മുൻപ് യേശു വരുമെന്ന് പറയുന്നതായ ആ രീതിയിലൊക്കെ പഠിപ്പിച്ച് വെച്ചാൽ കർത്താവ് വരുന്നു, അന്ന് തന്നെ ലോകാവസാനം ഉണ്ടാകുന്നു, അന്ന് തന്നെ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കൊക്കെ നീക്കം വരുത്തി രാജ്യം പിതാവിനെ ഏൽപ്പിക്കുന്നു എന്നൊക്കെ പഠിക്കേണ്ടി വരും. എന്നാൽ ക്രമത്തിൽ പഠിച്ചു പോയാൽ ആദ്യ ഫലം ക്രിസ്തു, അത് കഴിഞ്ഞു. ഇനി ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ, പിന്നെ അവസാനം. ആ അവസാനത്തിലാണ് അന്ന് അവൻ എല്ലാ വാഴ്ചകൾക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവിനെ ഏൽപ്പിക്കുന്നത്. രാജ്യം പിതാവിനെ ഏൽപ്പിക്കുന്നത് എപ്പോഴാണെന്ന് എൻ്റെ 3ാമത്തെ എപ്പിസോഡിൽ ഞാൻ അതിൽ അവതരിപ്പിക്കാം. അത് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ചേർത്ത് വയ്ക്കുമ്പോഴേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്നത് ആദ്യ ഫലം ക്രിസ്തു. ആ ക്രിസ്തുവാണ് തൻ്റെ ശരീരമാകുന്ന സഭയുടെ തല. സഭയൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു പഠിപ്പിക്കുന്നവരെന്ന് കേട്ടോണം കേട്ടോ. സഭയ്ക്ക് തലയുണ്ടാകുന്നത് യേശു മരിച്ചു ക്രിസ്തുവായി ഉയർത്തെഴുന്നതിന് ശേഷമാണ് സഭയ്ക്ക് തലയുണ്ടാകുന്നത്. അതിനു മുൻപേ സഭയുണ്ടായിരുന്നു പറയുമ്പോൾ ഒന്ന് ചിന്തിക്കുക, തലയില്ലാത്ത സഭയായിരുന്നോ അത്? എൻ്റെ പൊന്നെ, മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി പറയുന്നത്, ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന്. എൻ്റെ ശ്രോതാവിൽ ഒരു വ്യക്തി കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് സഭ മുൻപേ ഉണ്ടായിരുന്നു സ്ഥാപിക്കാനായിട്ട്. ഈ വക ആശയങ്ങളൊന്നും തൻ്റെ ചിന്തയിലേക്ക് വരാത്തത് കൊണ്ടാണ് താൻ അതിൽ കിടന്ന് പിടിച്ചു തൂങ്ങുന്നത്. അവർക്കൊക്കെ മറുപടി ഞാൻ നേരത്തെ കൊടുത്തു പോയതാണ്. അത് മനസ്സിലാകാനിട്ടാണ് വീണ്ടും ചോദിക്കുന്നത്. ഇതിൽ പല ലളിതമായ ഉദാഹരണത്തോട് തെളിവുകളോട് കൂടി പറഞ്ഞു തരാൻ എന്നെ കൊണ്ട് ആവത്തില്ല. ഇനി ഒറ്റ ആശയം പറയാം. സഭയുടെ തല ക്രിസ്തുവാണ്. ആ ക്രിസ്തു ആകുന്നത് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നതിന് ശേഷമാണ്. അപ്പോൾ ഉയർത്തെഴുന്നേറ്റതിന് ശേഷമാണ് തലയുണ്ടാകുന്നതെങ്കിൽ അതിനു മുൻപ് ബോഡി ഉണ്ടായിരുന്നപ്പോൾ തലയില്ലാത്ത ബോഡി ആയിരുന്നോ എന്നൊരു ചോദ്യത്തിന് ഈ പണ്ഡിതന്മാർക്ക് മറുപടി ഇല്ലാതെ വരും. ആദ്യം ബോഡി ഉണ്ടായി, അത് കഴിഞ്ഞിട്ട് തലയുണ്ടായി, അങ്ങനെയൊക്കെ പഠിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് സഭയുടെ രൂപീകരണവും സഭ എപ്പോഴാണ് സ്ഥാപിക്കപ്പെട്ടതെന്നൊക്കെയുള്ള പഠനം പഠിക്കുമ്പോൾ അതിനകത്ത് ഒരു അപൂർണതയുമില്ല, അത് പൂർണ്ണത ഉള്ളത് തന്നെയാണ്. അപ്പോൾ കർത്താവിൻ്റെ വരവെങ്കിൽ മുഴങ്ങുന്ന കാഹളത്തിൽ ഉയർത്തെഴുന്നേൽപ്പാണ് ഒന്നാമത്തെ പുനരുത്ഥാനം. അതായത് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം കഴിഞ്ഞിട്ടുള്ള 2 പുനരുത്ഥാനങ്ങളിൽ ഒന്നാമത്തെ പുനരുത്ഥാനം എന്ന് പറയുന്നത് 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ വരുന്ന ആ കർത്താവ് താൻ ഗംഭീരനാദവും പ്രധാന ദൂതൻ്റെ ശബ്ദവും ദൈവത്തിൻ്റെ കാഹളവും, അതായത് 1 കൊരിന്ത്യർ 15:52 പറയുന്ന അന്ത്യകാഹളം. ആ കാഹള ശബ്ദം മുഴങ്ങുമ്പോൾ മരിച്ചവരിൽ നിന്ന്, അതായത് ക്രിസ്തുവിൽ മരിച്ച ഭക്തന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന ആ ഉയർത്തെഴുന്നേൽപ്പാണ് ഒന്നാമത്തെ പുനരുത്ഥാനം. ആ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാരെന്ന് വെളിപ്പാട് പുസ്തകം അതിൻ്റെ 6-ാം അധ്യായത്തിൽ പറയുന്നു. ശ്രദ്ധിക്കണം, വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. തുടർന്നുള്ള പഠനത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി നിൽക്കുന്നത് ഈ ആശയം തന്നെയാണ്. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാർ. ഒരു സഹോദരൻ കമൻ്റ് ഇട്ടിരിക്കുക, അന്ത്യകാഹളം 2 എണ്ണം ഉണ്ടെന്ന്. അയ്യോ, ആ സഹോദരൻ അന്ത്യം എന്നുള്ള വാക്കിന് എന്താണ് അർത്ഥം കൽപ്പിച്ചത് എനിക്കറിയത്തില്ല. കുറഞ്ഞ പക്ഷം നിങ്ങളുടെ അടുത്തുള്ള ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് ചോദിക്കുക, ചേട്ടാ അവസാനത്തെ വണ്ടി പോയതിന് ശേഷം പിന്നെയുള്ള ബസ് ഏതാണെന്ന് ചോദിക്കുക. അപ്പോൾ നമുക്ക് വിശദീകരണം, നല്ലൊരു പഠനം നമുക്കതിന് കിട്ടും. എന്തെന്നാൽ അന്ത്യവാഹനം പോയതിന് ശേഷം പിന്നെയുള്ള വാഹനം ഏതാണെന്ന് ചോദിക്കണേ. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കൊക്കെ വന്നാൽ എങ്ങനെ മറുപടി കൊടുക്കും? ആര് മറുപടി കൊടുക്കും? അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളൊക്കെയാണ് എനിക്ക് എതിരായി കമൻ്റ് ഇടുന്നത്. അവർക്കൊക്കെ ഗ്രഹിക്കാനും മനസ്സിലാക്കാനും ഇത്രയൊക്കെ കഴിയുന്നുള്ളൂ. സാരമില്ല, എല്ലാവർക്കും ഒരേപോലെ ഗ്രഹിപ്പാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ യേശുവിൻ്റെ കൂടെ നിന്ന് കുറേ ആൾ പോകില്ലായിരുന്നല്ലോ. 70 ശിഷ്യന്മാരുണ്ടായിരുന്നു പറയുന്നുണ്ട്, അവസാനം ഇപ്പോൾ 12 ഉള്ളൂ. 12 മുന്നമേ കണ്ടുള്ളത് കണക്ക് വേറെ, എങ്കിലും ശിഷ്യന്മാർ 70 ഉണ്ടായിരുന്നെന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. മനസ്സിലാക്കാൻ കഴിയാത്തവരൊക്കെ കൊഴിഞ്ഞു പോയി അവസാനം 12 വന്നു. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാർ. ഈ ഒന്നാമത്തെ പുനരുത്ഥാനം കഴിഞ്ഞിട്ട് ഇവരെന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ? വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം വായിക്കുകയാണ്. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടി വാണ്
മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. വളരെ ശ്രദ്ധിക്കുക. ഈ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുചേർന്നവർ ഭാഗ്യവാന്മാരെന്ന് പറയാൻ കാരണം അവർ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടി വാണു. അതെങ്ങനെയാണ് വാണത്? ആത്മാവിലാണോ ജഡത്തിലാണെന്ന് എന്നോട് ചോദിക്കേണ്ടത്. ഞാനിവിടെ വിശുദ്ധ വേദപുസ്തകത്തിലെ വചനം വായിച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. കർത്താവ് വെളിപ്പെടുത്തുന്നത് ജഡത്തിലാണോ ആത്മാവിലാണെന്ന് എന്നോട് ചോദിക്കേണ്ട. ബൈബിളൊന്ന് വായിച്ചാൽ മതി. അപ്പോൾ അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അവനെ എതിരേൽപ്പാനും ആകാശ മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്ന് പറയുമ്പോൾ എതിരേൽക്കണമെങ്കിൽ ആത്മാവിനെ എങ്ങനെയാണ് എതിരേൽക്കാൻ പോകുന്നത്? തന്നെയല്ല, ഇവിടുന്ന് ഒരു ജഡമായിട്ടാണല്ലോ പോയത്. ആ ജഡം പിന്നെ എന്ത് ചെയ്യും? ഇതൊക്കെ തെറ്റായ ചില ധാരണകൾ പഠിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായും യുക്തിരഹിതമായ ആശയരഹിതമായ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ബൈബിളിലുള്ള കാര്യമാണ്. ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുമ്പോൾ ബൈബിൾ വായിച്ചിട്ടുള്ളവർക്ക് കമൻറ്റ് ചെയ്യുക. അങ്ങനെയുള്ളൊരു ചോദ്യം ചോദിക്കുക. അപ്പോൾ ഇവിടെ പറയുന്നത് അവർ മരിച്ചവർ, അതായത് ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് 1000 ആണ്ട് അവനോട് കൂടി വാഴും. പിന്നെ പറയുന്നു ആ 1000 ആണ്ട് കഴിയുവോളം മരിച്ചവരിൽ ശേഷമുള്ളവർ, അതായത് അഭക്തരായി ക്രിസ്തുവിനെ അറിയാത്തവരായി വചനപ്രകാരം ജീവിക്കാത്തവരായിട്ടുള്ളവരാരും ആ 1000 ആണ്ടിന് മുൻപ് ഉയർക്കത്തില്ല എന്ന്. ആ 1000 ആണ്ട് കഴിഞ്ഞിട്ടാണ് അവർ ഉയർത്തെഴുന്നേൽക്കുന്നത്. എത്ര വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഇനി ആദ്യം വായിച്ച മത്തായി 24 മടങ്ങി വരികയാണ്. അപ്പോൾ നിന്റെ വരവിനും ലോക അവസാനത്തിനും അടയാളമെന്നത് ചോദിച്ചപ്പോൾ തുടർന്നു പറയുന്നത്, ആദ്യം പറയുന്നത് നിങ്ങളെ ആരും തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞാൽ ഈ 2000 വർഷങ്ങളോളം ഉണ്ടായിട്ടും 2020 ശേഷം ഒന്നും കൂടി പറഞ്ഞാൽ കൊറോണ വന്നതോടുകൂടി പുതിയ ജ്ഞാനബോധത്തോടു കൂടി ചിലരൊക്കെ വന്നിട്ടുണ്ട്. യേശു ദൈവമാണെങ്കിൽ നമ്മളും ദൈവമാണ്, പുതിയ നിയമസഭ ശരീരമാണ്, മണവാട്ടി എന്ന് പറയുന്നത് ഇസ്രായേലാണ്. ഇതിനൊക്കെ ആ കപട ഉപദേശങ്ങളൊക്കെ പൊളിക്കുന്ന പല ക്ലാസ്സുകളും ഞാൻ വേറിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനതിന് വിശദീകരണത്തിലേക്ക് വരുന്നില്ല. പിന്നെ ജാതിയുടെ ദീർഘം, യുദ്ധം, ക്ഷാമം, ഭൂകമ്പം ഇവയെക്കുറിച്ചുള്ള വാർണിംഗ് എല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ വന്നിട്ട് പിന്നെ എൻ്റെ 29ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അക്കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടു പോകും. എക്കാലത്തിലെ, ഏത് കാലത്തിലെ? മഹോദ്രവ കാലത്തിന് മുൻപേ സഭ എടുക്കപ്പെടുമെന്ന് പറയുന്നവരോട് ചോദിക്കുന്നത് ഏത് കാലത്തിലെ കഷ്ടം? ഇവിടെ പറയുന്നു അക്കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്തിൽ വിളങ്ങും. എപ്പോൾ? ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ശേഷം അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്തിൽ വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശമേഘങ്ങളിൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. ജഡം ആത്മാവിലാണോ വരുന്നത്, ജഡത്തിലാണോ വരുന്നതെന്ന് പറയുന്ന സഹോദരൻ മത്തായി സുവിശേഷം 24-ാം അധ്യായം വായിച്ചിട്ടില്ല എന്ന് ഉറപ്പായി. വായിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ചോദ്യം ചോദിക്കത്തില്ല. അതുകൊണ്ടാണ് ചില കമൻറ്റുകൾക്കുള്ള അടിയിൽ ഞാൻ പറയുന്നത് ഇത് ബൈബിൾ വിഷയമാണ്, അതുകൊണ്ട് ബൈബിൾ വായിച്ചിട്ടുള്ളവർ പ്രതികരിക്കുക എന്നുള്ള പറയാൻ കാരണം അതാണ്. അപ്പോൾ ഇവിടെ പറയുന്നു മനുഷ്യപുത്രൻ മഹാശക്തിയോടും തേജസ്സോടും കൂടി വരുന്നത് കാണും. കാണണമെങ്കിൽ ജഡത്തിലായിരിക്കണമല്ലോ വരുന്നത്. ആ ജഡമെന്ന് പറയുന്നത് ആദ്യം മറിയമിലൂടെ ജനിച്ച ശരീരമല്ല, അത് യഹൂദന്മാർ കൊന്നു. ആ കൊന്ന ശരീരത്തെ പിതാവ് കർത്താവും ക്രിസ്തുവുമായി ഉയർത്തി തേജസ്കരിക്കപ്പെട്ട ശരീരമായി മാറി. അതിൻ്റെ വ്യക്തത അറിയണമെങ്കിൽ എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നു, ആദ്യം പറയുന്നു അവൻ ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തി, പിന്നീട് പറയുന്നു അവൻ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായി തീർന്നു. അതെപ്പോഴാണ് സംഭവിച്ചതെന്ന് ഞാൻ വേറിട്ട ചിന്തയിൽ വളരെ വ്യക്തമായ തെളിവുകളോടുകൂടിയുള്ള ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് പോയാൽ അതിൻ്റെ സംശയം തീർത്ത് നിങ്ങൾക്ക് മടങ്ങി വന്നിട്ട് ഇതെന്താണെന്ന് ഗ്രഹിക്കാൻ കഴിയും. അപ്പോൾ മടങ്ങി വരട്ടെ. വീണ്ടും പറയുന്നു, അവൻ തൻ്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടുകൂടെ അയക്കും. ആര്? കാഹളധ്വനിയോടുകൂടി അയക്കും. ആ കാഹളമാണ് പറഞ്ഞത് തെസ്സലോനിക്കർക്കെതിരെ ലേഖനത്തിൽ പറഞ്ഞത്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും
പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും. ആ കാഹളം അന്ത്യകാഹളമാണെന്ന് 1 കൊരിന്ത്യർ 15:50 പറയുമ്പോൾ അതേ കാഹളം തന്നെയാണ് ഇവിടെ പറയുന്നത്. അവൻ തൻ്റെ ദൂതന്മാരെ കാഹളധ്വനിയോടും കൂടെ അയക്കും. അവർ അവൻ്റെ വൃതന്മാരെ ആകാശത്തിൻ്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. ഇത് കർത്താവിൻ്റെ പ്രത്യക്ഷതയാണ് എന്നൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്നവരുണ്ട്. ഈ പ്രത്യക്ഷതയ്ക്ക് എവിടെയാ കാഹളമൂതുന്നത്? ഒരു ചോദ്യം. അങ്ങനെയെങ്കിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേറ്റപ്പോൾ മുഴങ്ങിയ കാഹളം അന്ത്യകാഹളമാണെന്ന് പൗലോസ് പറയുന്നു. വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ. പണ്ടൊക്കെ പഠിച്ചു വെച്ചിരുന്ന സാധനം ഇച്ചിരി സമയം മാറ്റി വെക്കണം, എന്നാൽ ഇത് തലേ കയറത്തുള്ളൂ. ഇവിടെ പറയുന്നു, ചിലരൊക്കെ ഇതിന് പഠിപ്പിക്കുന്നത് അത് അവൻ്റെ മഹത്വപ്രത്യക്ഷതയാണ്. ആ മഹത്വപ്രത്യക്ഷതയ്ക്ക് കാഹളം ഉണ്ട് എങ്കിൽ, ഇത് മഹത്വപ്രത്യക്ഷത ആകണമെങ്കിൽ ഇതിനു മുൻപ് വിശുദ്ധ ഉയർത്തെഴുന്നിട്ടല്ലോ, എങ്കിലല്ലേ വിശുദ്ധന്മാരുമായിട്ട് വരാൻ പറ്റത്തുള്ളൂ, അല്ലേ? ഉയർത്തെഴുന്നേറ്റു. ആ ഉയർത്തെഴുന്നേറ്റത് ഒരു കാഹളധ്വനിയോട് കൂടിയല്ലേ? അതെ, ഒരു കാഹളത്തിൻ്റെ ശബ്ദം കേട്ടിട്ടോ ഉയർത്തെഴുന്നേറ്റത്. അതാണല്ലോ തെസ്സലോനിക്കർക്ക് ലേഖനം 4:16 പറയുന്നത്. അതെ, ആ കാഹളം അന്ത്യകാഹളമാണെന്ന് പൗലോസ് പറഞ്ഞല്ലോ. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. അന്ത്യകാഹളത്തിങ്കിൽ കണ്ണിമയ്ക്കുന്നിടയിൽ നാം രൂപാന്തരപ്പെടുന്നു 1 കൊരിന്ത്യർ 15:50 പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ കർത്താവിനോട് കൂടി വരുന്ന വിശുദ്ധന്മാർ എന്ന് പറയുന്നത് മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ വിശുദ്ധന്മാരാണെങ്കിൽ അവരെപ്പോൾ ഉയർത്തെഴുന്നേറ്റു അന്ന് മുഴങ്ങിയ കാഹളം അന്ത്യകാഹളം ആയിരുന്നു എങ്കിൽ ഇപ്പോൾ ഇതാ വേറൊരു കാഹളം വരുന്നു. അങ്ങനെയാണെങ്കിൽ അവസാനം മണിയടിച്ചതിന് ശേഷം ഒരു മണിയും കൂടി ഉണ്ടായിരിക്കും എന്ന് പറയുന്നത് പോലെ ആയിപ്പോയില്ലേ കാര്യം? ലാസ്റ്റ് ബസ് പോയതിന് ശേഷം ഒരു ബസ്സും കൂടി ഉണ്ടെന്ന് പറഞ്ഞതുപോലെ ആയില്ലേ കാര്യം? അപ്പോൾ ഇത്തരത്തിലുള്ള അനേക ചോദ്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ വരുന്നു. ഇവിടെയാണ് മഹോദ്രവകാലത്തിന് മുൻപേ സഭ എടുക്കപ്പെടുമെന്ന് പഠിപ്പിക്കുകയും ചെയ്തവർക്ക് ഉത്തരം ലഭ്യമല്ലാതെ പോകുന്ന പല ചോദ്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ വരാൻ പോകുന്നു. ആ ചോദ്യങ്ങളും അതിൻ്റെ മറുപടികളും വരുമ്പോൾ വളരെ വ്യക്തമാകും കർത്താവിൻ്റെ വരവ് മഹോദ്രവകാലത്തിന് ശേഷമാണെന്ന്. അപ്പോൾ എൻ്റെ മുൻ വീഡിയോ കണ്ടിട്ട് അത് തെറ്റാണെന്ന് പറഞ്ഞ സഹോദരന്മാരോട് ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് ഏത് വാക്യമാണ്, അല്ല ഞാൻ ഒന്നാമതിട്ട ഭാഗത്തിലുള്ള ഏത് വാക്യമാണ് തെറ്റ്? ഞാൻ കൂട്ടിച്ചേർത്ത വാക്യങ്ങളില്ല. അപ്പോസ്തലൻ പൗലോസ് എഴുതിയതും സുവിശേഷകർ എഴുതിയതുമായ വാക്യങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. ഇവിടെയും അതാ മത്തായി എഴുതിയ വാക്യവും പൗലോസ് എഴുതിയ വാക്യങ്ങളുമാണ് ഞാൻ വായിപ്പിച്ചത്. ഞാൻ സ്വന്തമായി ഒന്നും കൂട്ടിച്ചേർത്തിട്ടില്ല, ഒന്നും എഴുതിയിട്ടില്ല. പിന്നെ ഇത് തെറ്റാണെന്ന് പഠിപ്പിക്കുന്നവർക്ക് ബൈബിളുമായിട്ടുള്ള ബന്ധം എത്രമാത്രം ഉണ്ടെന്ന് ഞാനൊന്ന് ചിന്തിച്ചു പോയി. അപ്പോൾ ഞാനിവിടെ ഇന്നത്തെ ഈ രണ്ടാമത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. രത്ന ചുരുക്കം ഇങ്ങനെയാണ്: നിന്റെ വരവിനും ലോക അവസാനത്തിനും അടയാളം എന്ത്? വരവിൻ്റെയും ലോക അവസാനത്തിൻ്റെയും ഇടയിൽ ഒരു സംഭവമുണ്ട്. അത് വരുന്ന സമയത്ത് മുഴങ്ങുന്ന കാഹളം, അത് അവസാനത്തെ കാഹളം. ആ കാഹളം മുഴങ്ങുമ്പോൾ മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ പറയുമ്പോൾ ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞതിന് ശേഷമാണ് ആ കാഹളം മുഴങ്ങുന്നത്. അത് തന്നെയാണ് അന്ത്യകാഹളം. ആ കാഹളത്തിലാണ് മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നത്. മരിച്ചവർ ഉയർത്തെഴുന്നേറ്റിട്ട് അവർ 1000 ആണ്ട് ക്രിസ്തുവോട് കൂടി വാഴുന്നു. 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രമേ അഭക്തരായ ജനങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയുള്ളൂ. 2-ൽ കൂടുതൽ പുനരുത്ഥാനമുണ്ട് എന്ന് പറയുന്നവർ ഒരൊറ്റ വാക്യം പോലും മുന്നോട്ട് വയ്ക്കാൻ അവർക്ക് കഴിയില്ല. അവർ ഭൂമിയുടെ അച്ചുതണ്ട് സാങ്കല്പികമാണെന്ന് പറയുന്നത് പോലെ ഈ വാക്യം കൊണ്ട് വ്യാഖ്യാനങ്ങളൊക്കെ സാങ്കല്പികമാണെന്ന് പറഞ്ഞ് ഒതുക്കിക്കൊണ്ട് തങ്ങളുടെ ആശയത്തെ അവർ ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് വെറും വെള്ളത്തിൽ തൂണുറപ്പിക്കാൻ നോക്കുന്നത് പോലെ മാത്രമേ ഉള്ളൂ. നിങ്ങൾ നോക്കുമ്പോൾ ചുറ്റും വെള്ളമുണ്ട്, അതൊക്കെ ശരിയാണ്, പക്ഷേ ഇളക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടും. അതുകൊണ്ട് വചനത്തിൻ്റെ തെളിവുകൾ അടിസ്ഥാനപരമായി ശക്തമായി ഇല്ല എങ്കിൽ ചോദ്യങ്ങൾ, ഉപദേശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഇളകും. ഇതാ ഇവിടെ വചനത്തിൻ്റെ തെളിവുകളോടുകൂടി മാത്രം പറയുന്നു. ഈ പറയപ്പെടുന്ന എപ്പിസോഡിൽ ഏതെങ്കിലും വാക്യങ്ങൾ തെറ്റാണെന്നും അങ്ങനത്തെ വാക്യം ബൈബിളിലില്ല എന്നും ആ വാക്യത്തിന് താങ്കൾ കൊടുത്ത പഠനവും താങ്കൾ കൊടുത്ത വിശദീകരണവും താങ്കൾ കൊടുത്തതായ വ്യാഖ്യാനവും തെറ്റാണെന്ന് പറയാൻ ധൈര്യമുള്ളവർ മാത്രം തെളിവുകളോടുകൂടി ചോദ്യം ചോദിക്കുക. അല്ലാത്ത ഒറ്റ കമൻറ്റുകൾക്കും പ്രതികരിപ്പാൻ സമയമില്ല. പഠിക്കുന്നവർ പഠിക്കട്ടെ. ജനങ്ങൾ തെറ്റായ പഠിപ്പിക്കൽ നിന്നും വിട്ടൊഴിഞ്ഞ് സത്യ ഉപദേശത്തിലേക്ക് മടങ്ങി വരട്ടെ. കർത്താവിൻ്റെ വരവ് എത്രയും വേഗം ഉണ്ടാകണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. പക്ഷേ മഹോദ്രവം കഴിയാതെ ഉണ്ടാകത്തില്ല. അതിന് വളരെ വ്യക്തമായ തെളിവുകളുണ്ട്. അടുത്ത 3-ാമത്തെ എപ്പിസോഡിൽ
അതിനോടുള്ള ബന്ധത്തിലുള്ള ചോദ്യങ്ങളും മറുപടികളും വിശദീകരണങ്ങളും ക്ലാസ്സുകളും വരുവാനായി നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.